السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي له ما في السماوات وما في الأرض وله الحمد في الآخرة وهو الحكيم الخبير. يعلم ما يلج في الأرض وما يخرج منها وما ينزل من السماء وما يعرج فيها وهو الرحيم الغفور. وقال الذين كفروا لا تأتينا الساعة قل بلى وربي لتأتينكم عالم الغيب لا يعزب عنه مثقال ذرة في السماوات ولا في الأرض ولا أصغر من ذلك ولا أكبر إلا في كتاب مبين. സൂറത്തു സബ് എന്നാണ്. സബ് എന്ന് പറയുന്നത് പുരാതന യമനിൻ്റെ തെക്കുഭാഗത്ത് താമസിച്ചിരുന്ന ഒരു ഗോത്രങ്ങളാണ്. ഒരു ഗോത്രത്തിൻ്റെ പേരാണ് സബ് ഗോത്രം എന്ന് പറയുന്നത്. ഒരു കബീലക്കാരാണ്. ഈ അറബികളുടെ കബീലയുടെ പേരുകളൊക്കെ ഏതെങ്കിലും ആ കബീലയിലുള്ള ഗോത്രത്തിലുള്ള ഒരു വല്യാപ്പാൻ്റെ പേരായിരിക്കും. ഇപ്പം ഖുറൈശ് എന്ന് പറയുന്നത് ഒരു വല്യാപ്പാൻ്റെ പേരാണ്. ഖുറൈശി ഗോത്രത്തിലെ ഒരു വല്യപ്പാപ്പാൻ്റെ പേര് പിന്നീട് ആ ഗോത്രത്തിന് വരിക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സമ്പ്രദായമില്ല. ആളുകളുടെ പേര് ഗോത്രത്തിൻ്റെ പേരായിട്ട് വരാറില്ല. എന്നാൽ കേരളത്തിൽ തന്നെ ചില പ്രദേശങ്ങളിൽ തെക്ക് ഭാഗത്തൊക്കെ അങ്ങനെ വരാറുണ്ട്. ഇനീഷ്യലൊക്കെ ബാപ്പാൻ്റെ വല്യാപ്പാൻ്റെ പേരിലുള്ള ഇനീഷ്യലുകളായിട്ട്. അപ്പോൾ സബ് ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ഗോത്രം പിന്നീട് സബ് ഗോത്രക്കാർ, സബഇൻ്റെ ആളുകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. പുരാതന യമനാണ് അറബികളുടെ ആദ്യത്തെ ആ ഉത്ഭവം യമനിലാണ്. കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന യമനിലാണ്. അറബികൾ അവിടുന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് വന്ന് അദ്നാൻ ഹിജാസിലേക്ക് വന്നു. നബിയുടെ 20ാമത്തെ ഉപ്പാപ്പ. അങ്ങനെയാണ് പിന്നീട് ഖുറൈശികൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഈ സബ് ഗോത്രം താമസിച്ചിരുന്ന ഫലഭൂയിഷ്ടമായ ഒരു പ്രദേശമുണ്ടായിരുന്നു. മഅ്റബ് എന്നാണ് ആ പ്രദേശത്തിൻ്റെ പേര്. ആ മഅ്റബ് എന്ന പ്രദേശം കുന്നും മലകളും കൃഷിയിടങ്ങളും താഴ്വരകളും ഉണ്ടായിരുന്ന പ്രദേശമായിരുന്നു. അവിടെയുള്ള 2 കുന്നുകൾക്കിടയിൽ അവർ അണക്കെട്ട് കെട്ടി നിർത്തി വെള്ളം ആവശ്യത്തിന് ഉപയോഗിച്ച് വലിയ പഴവർഗ്ഗങ്ങളും വലിയ തോട്ടങ്ങൾ, പഴവർഗ്ഗങ്ങളും പൂക്കളും പച്ചപ്പുകളുമുള്ള പുൽമേടുകളുള്ള തോട്ടങ്ങളുണ്ടായി. ആ തോട്ടങ്ങൾക്കിടയിൽ സുഖവാസം അനുഭവിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു മഅ്റബുകാർ. അവരുടെ ആ അണക്കെട്ടിൻ്റെ പേരാണ് സദ്ദു മഅ്റബ് എന്ന് പറയുന്നത്. ചരിത്രാതീത കാലം മുതൽ ഉള്ള ഒരു സമൂഹമാണ്. ഈ സബ് വിഭാഗത്തിൽ നിന്നാണ്
തബാബിഅത്ത് തുബ്ബഴ് വർഗം വരുന്നത്. തുബ്ബഴ് രാജാക്കന്മാർ എന്ന് പറയുന്ന രാജാക്കന്മാർ യമനിൽ നിന്ന് വന്ന് മക്ക മദീന കീഴടക്കിയതായിട്ടൊക്കെ പുരാതന പ്രിമിറ്റീവ് അറബികളുടെ ചരിത്രത്തിൽ കാണാം. തുബ്ബഴ് രാജാവ് അറിയപ്പെട്ട ഇസ്കന്ദർ ദുൽഖർനൈൻ, തുബ്ബഴ് എന്നൊക്കെ പറഞ്ഞാൽ ഫിർഔൻ പോലെ അറിയപ്പെട്ട രാജകുടുംബത്തിലുള്ള ആളുകളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് യമനിൻ്റെ തെക്കുഭാഗത്താണ് അവർ താമസിച്ചിരുന്നത് എന്നൊക്കെ പറയപ്പെടുന്നു. ആദ്യമായി രാജാക്കന്മാർ കിരീടം വെച്ച് തുടങ്ങിയത് ഈ സബഅ് രാജകുടുംബമാണ്. അതിലാണ് ബൽഖീസ് രാജ്ഞിയൊക്കെ ഉണ്ടായിരുന്നത്. കിരീടം വെച്ച രാജാക്കന്മാർ ആ കാലഘട്ടം മുതലാണ് തുടങ്ങിയത് എന്ന് കേൾക്കുന്നുണ്ട്, ചരിത്രത്തിൽ രേഖപ്പെടുത്തി കാണാം. ഏതായിരുന്നാലും അല്ലാഹു തആല ഇവരുടെ ഈ ഒരു ചരിത്രം നമുക്ക് ഇതിൽ കൂടി കുറച്ച് ചരിത്രമേ പോലത്തെ ഉള്ളൂ ഈ സൂറത്തിൽ. എന്നാൽ ആ ഒരു ചരിത്രം ഓർമ്മിപ്പിക്കുന്നത് അല്ലാഹു തആല എല്ലാ അർത്ഥത്തിലും ഒരു സുഖവാസ കേന്ദ്രമായ ഒരു പ്രദേശത്ത് സബഅുകാർക്ക് താമസയിടം നൽകി. എന്നിട്ട് അവർ നിങ്ങൾ സുഖമായിട്ട് ജീവിച്ചു കൊള്ളുക, അള്ളാഹുവിനെ മറക്കരുത്, അഥവാ വല്ല തെറ്റും ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു പുറത്തു തരുന്നവർ അള്ളാഹു മുകളിലുണ്ട്. ബൽദത്തുൻ ത്വയ്യിബത്തുൻ വറബ്ബുൻ ഗഫൂർ എന്നാണ് ഇതിൻ്റെ ആയത്തിൽ വരുന്നുണ്ട്. ഇനി ബൽദത്തുൻ ത്വയ്യിബത്തുൻ നല്ല ശുദ്ധമായ ഒരു രാജ്യം, വറബ്ബുൻ ഗഫൂർ പുറത്തു തരുന്ന ഒരു റബ്ബും. നിങ്ങൾക്ക് ഇനി എന്ത് വേണം? താമസിക്കാൻ സൗകര്യമുള്ള ഒരു നാടും റബ്ബുൻ ഗഫൂറാണ്, ഗഫൂർ റഹീമായ തമ്പുരാൻ. നമ്മളിങ്ങനെ സബൈകാരുടെ ജീവിതവും രീതിയും അവരുടെ നാടിനൊക്കെ നോക്കിയാൽ ശരിക്കും നമ്മളെ ഒരു കേരളം തന്നെയാണ്. എല്ലാ അർത്ഥത്തിലും നല്ല സുഖവാസ കേന്ദ്രമായ ഒരു രാജ്യം, പടച്ചോൻ പുറത്തു തരുന്ന ഒരു പടച്ചോൻ മുകളിലും. ഇനി നിങ്ങൾക്ക് എന്താണ് പടച്ചോൻ്റെ മാർഗത്തിൽ ജീവിക്കുന്നതിന് തടസ്സം എന്ന ഒരു ഗുണപാഠമാണ് ഇതിലുള്ളത്. അതായത് നന്ദി ചെയ്തിട്ടില്ലെങ്കിൽ ആ സമൂഹത്തിൻ്റെ സദ്ദുമറബ്, അവരുടെ അണക്കെട്ട് തകർന്നു പോയി, അവരുടെ പഴവർഗ്ഗങ്ങളെല്ലാം, അങ്ങനെ മുഫസ്സിറുകൾ ചരിത്രം പറയുന്നുണ്ട്, ആ നാട്ടിലുള്ള ഏതൊരാൾക്കും എത്ര വലിയ കൊട്ടയുമായി വന്നാലും കൊട്ട നിറയെ പഴവും കൊണ്ടുപോകാവുന്ന തരത്തിൽ ഇടതൂർന്ന് തെങ്ങിക്കായ്ച്ചിരുന്ന വിവിധ ഫലവർഗ്ഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. മരുഭൂമിയിൽ പല ഭാഗങ്ങളിൽ നിന്നും യാത്രക്കാർ വന്ന് കൊട്ട നിറയെ ഫലവുമായി പോയിരുന്നു സബഅ് താഴ്വരയിലുള്ള തോട്ടങ്ങളിൽ നിന്ന് എന്നാണ്. അപ്പം അങ്ങനെയൊക്കെ പഠിച്ചവൻ അനുഗ്രഹം നൽകിയിട്ടും ആ റബ്ബിനൊന്ന് കുമ്പിടാനും റബ്ബേ എന്ന് വിളിക്കാനും ആ പഠിച്ചവനോട് നന്ദി കാണിക്കാനും തയ്യാറാവാതിരുന്നപ്പോൾ ആ സമൂഹത്തിന് ആ അണക്കെട്ട് പൊട്ടിത്തകർന്ന് വെള്ളമെല്ലാം ചോർന്നു പോയി വറ്റി വരണ്ട് അവസാനം കുറച്ച് കാറ്റാടി മരങ്ങളും കയ്പുള്ള പഴങ്ങൾ കായ്ക്കുന്ന കായ്ക്കനികൾ കായ്ക്കുന്ന കുറച്ച് ചെടികളും വാഗമരങ്ങളും താളിക്ക് ഉപയോഗിച്ചിരുന്ന വാഗമരങ്ങളുമല്ലാതെ മറ്റൊന്നും ആ ഭൂമിയിൽ അള്ളാഹു ബാക്കി വെച്ചില്ല. വരുന്നുണ്ട് അതിൽ ദവാത്തൈ ഉക്കുലിൻ ഖംതിൻ വ അസ്ലിൻ വ ശൈഇൻ മിൻ സിദ്രിൻ ഖലീൽ എന്നാണ്. അതിനല്ലേ അതാണ്. രണ്ട് തോട്ടങ്ങൾക്ക് പകരം വേറെ രണ്ട് തോട്ടങ്ങൾ അള്ളാഹു അവർക്ക് പകരമാക്കി കൊടുത്തു. വിശാലമായി കണ്ണെത്താ ദൂരത്ത് രണ്ടു ഭാഗത്തും നല്ല തോട്ടങ്ങൾ, ഈ മഅ്റബ് അണക്കെട്ടിൽ നിന്ന് വെള്ളം ഉപയോഗിച്ച് വളർന്നിരുന്ന സ്വമേധയാ വളർന്നിരുന്ന രണ്ട് തോട്ടങ്ങൾക്ക് പകരം വേറെ രണ്ട് തോട്ടങ്ങൾ അള്ളാഹു പകരമാക്കി നന്ദികേട് കാണിച്ചപ്പോൾ. അതാണ് ദവാത്തൈ ഉക്കുലിൻ ഖംതിൻ, രണ്ട് തോട്ടത്തിലും നല്ല കയ്പുള്ള കായ്ക്കനികൾ കിട്ടുന്ന ചെടികളാണ് അവിടെ പിന്നീട് വളർന്നത്. ഒക്കെ വറ്റി വരണ്ട് പോയിട്ട് പിന്നെ പൊട്ടി മുളച്ചത് അങ്ങനത്തതാണ്. പിന്നെ കുറേ വാഗമരം, കാറ്റാടി മരങ്ങൾ, ഒരിക്കലും വെള്ളമുള്ള പ്രദേശത്ത് ഇല്ലാത്ത മുളക്കാത്ത കാറ്റാടി വൃക്ഷങ്ങളും പിന്നീട് കുറച്ച് വാഗമരങ്ങളും മാത്രം. അതിൽ മാത്രമേ അവർക്ക്
പച്ചപ്പ് തോന്നിയിരുന്നുള്ളൂ വാഗമരത്തിൽ. സിദുറുൻ കലീൽ, സിദർ എന്ന് പറഞ്ഞാൽ ഒരു തരം വാഗമരം. അത് നമ്മളിപ്പോൾ അങ്ങനെ വാഗമരം എന്നുള്ളത് നമ്മളങ്ങനെ എന്താ അതിനെ അർത്ഥം വെക്കുക എന്നുള്ളതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ നമ്മളെ വാഗയും അവരുടെ വാഗയും വേറെ തന്നെയായിരിക്കും. അപ്പോൾ അതാണ് അവിടെ ബാക്കിയായത്. നമുക്കുള്ള ഗുണപാഠം ഈ സൂറത്തിൽ നിന്ന് പടച്ചോൻ തന്ന ആ അനുഗ്രഹങ്ങൾക്ക് കൃത്യമായി നന്ദി ചെയ്തിട്ടില്ലെങ്കിൽ അല്ലാഹു തആല പകരം നമുക്ക് ദുരിതപൂർണമായ ജീവിതം നൽകും എന്നാണ് പാഠം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്ദിയെപ്പറ്റി വളരെ വളരെ ഊന്നി പറഞ്ഞത്. നന്ദി ചെയ്യാതിരുന്നാൽ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, ഈ നഈമിനെ പറ്റി നിങ്ങളോട് ചോദിക്കപ്പെടും. ഒരു ചെറിയ ഒരു നേരത്തെ ഭക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത വിധത്തിൽ വിശപ്പ് കൊണ്ട് സഹി കെട്ടിട്ട് നേരം വെളുക്കാതെ ബുദ്ധിമുട്ടിയപ്പോൾ നബി പുറത്തിറങ്ങി നടന്ന ഒരു സംഭവമുണ്ട് ഹദീസുകളിൽ. പുറത്തിറങ്ങി നടന്നു, കാരണം കയ്യിന് ഞാൻ നേരം വെളുത്ത് കിട്ടണം. അതിനുവേണ്ടി കഷ്ടപ്പെട്ട് പുറത്തിറങ്ങി നടന്നപ്പോൾ ആ ബഖീഉൽ ഖുർഖദിൻ്റെ ഖബർസ്ഥാനിൻ്റെ ആ ഭാഗത്ത് 2 നിഴലുകൾ കാണുകയാണ് ഇരുട്ടത്ത്. അപ്പോൾ നബി ധൈര്യമായി ചെന്ന് നോക്കി, ആരാണ്, തൻ്റെ പ്രജകളാവല്ലാതെ വേറെ ആരും അവിടെ ഉണ്ടാവുമല്ലോ, ആരാണ് ഈ രാത്രി ഈ നേരത്ത് ഇവിടെ? ഇത് ചെന്ന് നോക്കിയപ്പോൾ അബൂബക്കർ സിദ്ദീഖും ഉമറുൽ ഖത്താബും റളിയല്ലാഹു അൻഹുമായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ രണ്ടാളും ഇവിടെ എത്തിയെന്ന് ചോദിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, എൻ്റെ വീട്ടിലൊന്നും തിന്നാനില്ല, കുടിക്കാനുമില്ല, വെള്ളവുമില്ല. അപ്പോൾ നേരം പുലരട്ടെ, പള്ളിയിൽ സുബഹി ബാങ്ക് കാത്ത് ഞങ്ങളങ്ങനെ പ്രാർത്ഥനയിൽ കഴിഞ്ഞുകൂടി ഞാൻ ഇവിടെ ഇങ്ങനെ പുറത്ത് വന്നിരുന്നതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമറും വന്നു. ഞങ്ങൾ 2 പേരുടെയും കാരണം ഒന്ന് തന്നെയാണ്, വിശപ്പാണ്. അപ്പോൾ നബി പറഞ്ഞു, നിങ്ങളെ 2 പേരെയും നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഈ പാതിരാ നേരത്ത് പുറത്തിറക്കിയ ആ കാരണം തന്നെയാണ് എന്നെയും പുറത്തിറക്കിയത്. അതുകൊണ്ട് നിങ്ങളും കൂടി ഉണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ എന്ന് എവിടെയെങ്കിലും ഒന്ന് പോയി നോക്കുക എന്ന് പറഞ്ഞ് കുറേ അകലെയുള്ള അബുൽ ഹൈസം അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് നബി അവരെ കൂട്ടിക്കൊണ്ടുപോയി. അബുൽ ഹൈസമിൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാകും എന്ന് നബിക്കറിയാം, സമ്പന്നനായിരുന്നു അദ്ദേഹം. ചെന്നപ്പോൾ തൽക്കാലം അദ്ദേഹം വെള്ളമെടുക്കാൻ വേണ്ടി, പുലരുന്നതിൻ്റെ മുമ്പ് വെള്ളമെടുക്കാൻ വേണ്ടി പോയതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അവരെ സ്വീകരിച്ചു. അബുൽ ഹൈസം ഇപ്പോൾ വരുന്നു പറഞ്ഞു. അവർ കാത്തു നിന്നു. വന്ന ഉടൻ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിരുന്നു. അബുൽ ഹൈസം അവർക്ക് റൊട്ടിയും മാംസവും ഉണ്ടാക്കി കൊടുത്തു. ഭക്ഷണം കഴിച്ച് അവർ 3 പേരും കൂടി തിരിച്ചു പോരുന്ന സന്ദർഭത്തിലാണ് നബി പറഞ്ഞത്, വല്ലാഹി ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഈ അനുഗ്രഹങ്ങളെപ്പറ്റി നിങ്ങൾ ചോദിക്കപ്പെടും. എന്താ കിട്ടിയ അനുഗ്രഹം? ഒരു നേരത്തെ ആഹാരം. അതുകൊണ്ട് നിങ്ങളെ വീട്ടിൽ നിന്ന് വിശപ്പാണ് നിങ്ങളെ പുറത്തിറക്കിയത്. ഇപ്പോൾ നിങ്ങളെ വീട്ടിലേക്ക് നിങ്ങൾ തിരിച്ചു പോരുമ്പോൾ തിരിച്ചു ചെല്ലുമ്പോൾ വയറ് നിറച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് കയറുന്നത്. ഈ ഒരു നേരത്തെ വയറ് നിറക്കാനുള്ള ആ നിഅമത്ത് കിട്ടിയത് വരെ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും എന്ന് ആ സംഭവത്തിൽ കാണാം. സൂറത്തു തക്കാസുറിൻ്റെ തഫ്സീറിൽ അത് കാണാം. അല്ലാഹുമ്മ തക്കാസുർ ഹത്താ സുർത്തുമുൽ മഖാബിർ, പെരുമ നടിക്കൽ നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു. എനിക്ക് അത്രയുണ്ട്, ഇത്രയുണ്ട്, ഞാൻ അത്ര ചിലവാക്കി, ഇത്ര ചിലവാക്കി, ഞാൻ ആ മത്സ്യമാണ് വാങ്ങൽ, ഞാൻ ആ അരി ഞങ്ങൾ തിന്നാറില്ല, ഞങ്ങളൊക്കെ ഇന്ന അരിയാണ് തിന്നൽ. അങ്ങനെ നമ്മുടെ വലുപ്പവും മഹത്വവും പറയുന്ന ആ ഒരവസ്ഥ നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു. പെരുമ നടിക്കൽ അൽഹാക്കും നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു. ഹത്താ സുർത്തുമുൽ മഖാബിർ, ഈ പെരുമ നടിക്കുന്ന സ്വഭാവം ഖബർ വരെ ഉണ്ടാവുകയുള്ളൂ. അതാണ് ഹത്താ സുർത്തുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ, തീർച്ചയായും നിങ്ങൾക്കറിയാറാവും. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, തീർച്ചയായും വേണ്ട, അങ്ങനെയൊന്നും പെരുമ നടിക്കണ്ട, തീർച്ചയായും നിങ്ങളറിയും. കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, ദൃഢമായ അറിവ് ഈ ഖുർആനിൽ കൂടി നിങ്ങൾ ആ വിഷയത്തെപ്പറ്റി, പരലോകത്തെപ്പറ്റി അറിയുകയാണെങ്കിൽ, ലത്രൗന്നൽ ജഹീം, നരകത്തെ നിങ്ങൾ കാണും,
ഐനൽ യഖീൻ, ഉറപ്പുള്ള കണ്ണുകൊണ്ട് തന്നെ നരകം കാണും. സുമ്മല തുസ്അലുന്ന യൗമ ഇദിൻ അനിൻ നഈം, ഈ തന്ന അനുഗ്രഹങ്ങളെപ്പറ്റി അള്ളാഹു നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. ആ ആയത്തിൻ്റെ അവസാനത്തിലുള്ള ആ സൂറത്തിൻ്റെ അവസാനത്തിലുള്ള ആയത്താണ് നബി ഇവർക്ക് ഓതിക്കൊടുത്തത്. എന്തേ പോൽക്ക് കിട്ടിയ അനുഗ്രഹം? ഒരു നേരത്തെ ഭക്ഷണം. അപ്പോൾ നമുക്കൊക്കെ അള്ളാഹു തന്ന ശുക്റിൻ്റെ വലിപ്പം എത്രയാണ് എന്ന് നമ്മൾ ഊഹിക്കാനാണ് മുഫസ്സിറുകൾ പറയുന്നത് ഈ സൂറത്തിൻ്റെ ഗുണപാഠം. എന്നാൽ ഇതിൽ വേറെയും കുറേ സംഭവങ്ങളുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അൽഹംദുലില്ലാഹില്ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. അതുകൊണ്ടാണ് ശുക്ർ ചെയ്യണം അല്ലെങ്കിൽ നാശമുണ്ടാകും എന്ന് പഠിപ്പിക്കുന്ന സൂറത്ത് അള്ളാഹുവിന് ശുക്റും ഹംദും ചെയ്തുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അൽഹംദുലില്ലാ, സർവസ്തുതിയും അള്ളാഹുവിനാണ്. അല്ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്, അവനുള്ളതാണ് ആകാശങ്ങളിലുള്ളതെല്ലാം ഭൂമിയിലുള്ളതെല്ലാം അവനുള്ളതാണ്. അപ്പോൾ അള്ളാഹു ആകാശങ്ങളിലും ഭൂമിയിലും എന്തെല്ലാമുണ്ടോ അതൊക്കെ ഏതൊരു റബ്ബിനാണോ ഉടമപ്പെടുത്തത് ആ റബ്ബിനാണ് സർവസ്തുതിയും. വലഹുൽ ഹംദു ഫിൽ ആഖിറ, ആഖിറത്തിലും ഇനിയുള്ള ലോകത്തും അടുത്ത ലോകത്തും അവന് തന്നെയാണ് സർവസ്തുതിയും. ഇവിടെ മാത്രമല്ല, ആഖിറത്തിലും സ്തുതിയുടെ ഉടമ അവൻ തന്നെയാണ്. വഹുവൽ ഹക്കീം, എല്ലാം സൂക്ഷ്മമായി കൃത്യമായി നിയന്ത്രിക്കുന്നവനും അൽ ഖബീർ, സൂക്ഷ്മതയുള്ളവനുമാണ്. അൽ ഹക്കീം എന്ന് പറഞ്ഞാൽ എല്ലാം അവൻ്റെ നിയന്ത്രണങ്ങളും അവൻ്റെ ഭരണവും വളരെ സൂക്ഷ്മമായും കൃത്യമായും ചെയ്യുന്നവൻ, ഹിക്മത്തോടുകൂടി ഭരണം നടത്തുന്നവനാണവൻ. അൽ ഖബീർ, എല്ലാ കാര്യങ്ങളും മനുഷ്യനെയും ജീവജാലങ്ങളെയും പറ്റി കൃത്യമായി അറിയുന്നവനാണവൻ. ഇനി മാത്രമല്ല, യഅലമു, അവൻ അറിയുന്നു, മാ യലിജു ഫിൽ അർളി, ഭൂമിയുടെ ഉള്ളിലേക്ക് കടന്നു പോകുന്നതെല്ലാം. ഭൂമിയുടെ ഉള്ളിലേക്ക് കടന്നു പോകുക എന്ന് പറഞ്ഞാൽ മഴ പെയ്ത് വെള്ളം ഭൂമിയിലേക്ക് അടിയിലേക്ക് കടന്നു പോകുന്നു. അതുപോലെ തന്നെ വിത്തുകളും മറ്റുമൊക്കെ ഭൂമിക്കടിയിലേക്ക് ഉള്ളിലേക്ക് മണ്ണിലേക്ക് പോകുന്നു. അതുപോലെ മനുഷ്യന്മാരും മരിച്ചാൽ ഭൂമിയിലേക്ക് പോകുന്നു. പിന്നെ നമ്മൾ കാണുന്നില്ല, ഒക്കെ മണ്ണ് വിഴുങ്ങുകയാണ്. അതാ ഭൂമിയിലേക്ക് കടന്നു പോകുന്നതെല്ലാം അവൻ അറിയുന്നു. വമാ യഖ്റുജു മിൻഹാ, ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്നതും അവൻ അറിയുന്നുണ്ട്. ചെടികൾ പുറത്തു വരുന്നു ഭൂമിയിൽ നിന്ന്. ഒരുപാട് ജീവജാലങ്ങൾ, മനുഷ്യന്മാർ ഭൂമിയിൽ നിന്ന് മണ്ണിൽ നിന്നാണ് പിന്നെ ബീജമായും ബീജം പിന്നെ കുട്ടിയായും പുറത്തു വരുന്നത്. അതുപോലെ കായ്ക്കനികൾ അതിൽ നിന്നാണ് വരുന്നത്. ഒരുപാട് ജീവികൾ തന്നെ ഭൂമിയിൽ നിന്ന് ജീവനോടെ ഉയിർത്തെഴുന്നേൽക്കുന്നുണ്ട്. അതാണ് വമാ യഖ്റുജു മിൻഹാ, ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്നതും, വലജ യലിജു എന്ന് പറഞ്ഞാൽ ഭൂമിക്കുള്ളിലേക്ക് കടന്നു പോകുന്നതും ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്നതും അവൻ അറിയുന്നു. വമാ യൻസിലു മിനസ്സമായി, ആകാശത്ത് നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതും അവൻ അറിയുന്നു. ആകാശത്ത് നിന്ന് വെള്ളം ഇറങ്ങുന്നു, ആകാശത്ത് നിന്ന് റിസ്കുകൾ ഇറങ്ങുന്നു, ആകാശത്ത് നിന്ന് വേദഗ്രന്ഥങ്ങൾ ഇറങ്ങുന്നു, കൽപ്പനകൾ ഇറങ്ങുന്നു, ആകാശത്ത് നിന്ന് മലക്കുകൾ മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മലക്കുകൾ ഇറങ്ങി വരുന്നു. ആകാശത്തിൽ നിന്ന് എന്തെല്ലാമോ നമ്മൾ അറിയാത്ത പലതും അള്ളാഹു മുകളിൽ നിന്ന് താഴോട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ അറിയുന്നവനാണ് അള്ളാഹു. വമാ യഅ്റുജു ഇലൈഹാ, വമാ യഅ്റുജു ഫിഹാ, ആകാശത്തിലേക്ക് കയറിപ്പോകുന്നതും അവൻ അറിയുന്നു. ആകാശത്തിലേക്ക് മലക്കുകൾ കയറിപ്പോകുന്നുണ്ട്, അവിടുന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഒരു കൂട്ടർ കയറിപ്പോകുന്നുണ്ട്. നമ്മുടെ ആത്മാക്കൾ ആ ഇല്ലീനിലോ അല്ലെങ്കിൽ സിജീനിലെയോ നല്ല റൂഹുകളെ സൂക്ഷിച്ചു വെക്കുന്ന കേന്ദ്രത്തിലേക്കും ചീത്ത ആത്മാക്കളെ സൂക്ഷിക്കുന്ന കേന്ദ്രത്തിലേക്കും നമ്മുടെ റൂഹുകൾ, ആത്മാക്കൾ ഉയർന്നു പോകുന്നു. നമ്മുടെ അമലുകൾ ആകാശലോകത്തേക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കാൻ വേണ്ടി ഉയർന്നു പോകുന്നു. നമ്മളെ പ്രാർത്ഥന ആകാശലോകത്തേക്ക് ഉയർന്നു പോകുന്നു. ഇതെല്ലാം ഒമാ യഅ്റുജു ഫീഹാ,
അറജ എന്ന് പറഞ്ഞാൽ മിയറാജ്, കയറ്റം എന്നാണല്ലോ. മുകളിലേക്ക് കയറിപ്പോകുന്നതും ഉമാ യൻസിലു മിൻഹ നസല അറജ, ഇറങ്ങി കയറി, അതൊക്കെ അള്ളാഹു അറിയുന്നു. വഹുവർ റഹീം, അവൻ കരുണാനിധിയാണ്. അപ്പം ഇതൊക്കെ അറിയുന്ന പടച്ചോനെ, ആ പടച്ചോൻ്റെ മുന്നിൽ അവന് സ്തുതിക്കാതെയും നന്ദി ചെയ്യാതെയും ജീവിക്കാൻ അള്ളാഹു നമ്മളെ അനുവദിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് അവൻ റഹീമാണ്. റഹീം അല്ലെങ്കിൽ എന്നോ നമ്മളെ അള്ളാഹു തആല നശിപ്പിക്കുമായിരുന്നു. പക്ഷേ ഇതൊക്കെ അവൻ അറിഞ്ഞിട്ടും അവൻ നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതും നമുക്ക് പരിക്ക് പറ്റാതെ അള്ളാഹു തആല നമ്മളെ സംരക്ഷിക്കുന്നതും നിഅമത്ത് വീണ്ടും തരുന്നതും അവൻ്റെ റഹ്മത്ത് കൊണ്ടാണ്. വഹുവർ റഹീം, അവൻ പരമകാരുണികനാണ്. അൽ ഗഫൂർ, പുറത്തു തരുന്നവനുമാണ്. അപ്പോൾ പടച്ചവനാണ് പരമാധികാരി. ആ പടച്ചവൻ്റെ മഗ്ഫിറത്ത് അതിനേക്കാളും വലിയതാണ്. അവൻ കാരുണ്യവാനാണ്. ഇത് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മഹത്വവും നമുക്കൊന്നും എത്തിപ്പിടിക്കാനാവാത്ത അവൻ്റെ പരമാധികാരവും നമ്മുടെ മുമ്പിൽ അള്ളാഹ് വെക്കുന്നു. എന്നിട്ട് അള്ളാഹു നമ്മളിലേക്ക് റഹ്മത്തുമായി ഇറങ്ങി വന്ന് എന്ത് ചെയ്താലും അള്ളാഹു പുറത്തു തരുന്നവനാണ് എന്ന ആ ഇസ്മ, അള്ളാഹുവിൻ്റെ ഗഫൂർ എന്ന ആ വിശേഷണവും അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു. എന്തിനാണ്? അൽ മുഅ്മിനു ബൈനൽ ഖൗഫി വറജാ, ഒരു സത്യവിശ്വാസി എപ്പോഴും ഭയത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഇടയിൽ ജീവിക്കണം. അവന് ഖൗഫ്, പഠിച്ചോൻ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള മന്ത്രങ്ങൾ അറിയുന്നവൻ. ഈ ഭൂമിയിൽ എത്ര തുള്ളി വെള്ളം ഇറങ്ങിപ്പോകുന്നുണ്ട്, ഈ ഭൂമിയിൽ ഏതെല്ലാം ചെടികളൊക്കെ വിത്തുകൾ ഭൂമി മണ്ണിൻ്റെ അടിയിലേക്ക് പോകുന്നുണ്ട്, എത്ര മനുഷ്യന്മാർ ഈ ഭൂമിയിലേക്ക് അലിഞ്ഞു ചേരുന്നുണ്ട്, ഒക്കെ അറിയുന്ന, അതിൽ നിന്നെല്ലാം പുറത്തു കൊണ്ടുവരുന്ന പരമാധികാരിയായ പടച്ചവൻ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ പറ്റി നമുക്ക് ഖൗഫുണ്ടാകുന്നു. അള്ളാഹുവിനെ കണ്ണുവെട്ടിക്കാൻ പറ്റില്ലല്ലോ, അള്ളാഹുവിനെ അനുസരണക്കേട് കാണിക്കാൻ പറ്റില്ലല്ലോ. മറ്റൊന്ന് അർറജാ, പ്രതീക്ഷയുണ്ടാകുന്നു. എങ്ങനെ? അള്ളാഹുവിനോടുള്ള ഭയങ്കരമായ ഖൗഫ്. എന്നിട്ടെന്താ പ്രതീക്ഷ? അങ്ങനെയൊക്കെയാണെങ്കിലും ഞാൻ അള്ളാഹുവിൻ്റെ ഒരു എളിയ അടിമയല്ലേ, എനിക്ക് പുറത്തു തരാതിരിക്കുകയില്ലല്ലോ, അവൻ വാഗ്ദാനം പാലിക്കുന്നവനാണല്ലോ, അപ്പോൾ പടച്ചോൻ എനിക്ക് പുറത്തു തരും. അവൻ റഹീമാണ്, ഗഫൂറാണ്. അപ്പോൾ റഹ്മത്തും ഗഫൂറിലും പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തദ്ബീറിലും ഇൽമിലും ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരാളായിരിക്കണം നമ്മൾ എന്ന് പഠിപ്പിക്കുകയാണ് ഈ ആയത്തിൽ കൂടി. യഅലമുമാ യലിജു ഫിൽ അർള്, ഭൂമിയിലേക്ക് കയറിപ്പോകുന്നതും ഉമാ യഖ്റുജു മിൻഹാ, ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്നതും അറിയുന്നവനാണ്. അവൻ അറിയുന്നുണ്ട്. ഉമാ യൻസിലു മിനസ്സമായി ഉമാ യഅ്റുജു ഫീഹാ, ആകാശത്ത് നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വെള്ളം, നമ്മുടെ റിസ്ക്കുകൾ, നമ്മുടെ വിധി തീരുമാനങ്ങൾ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള മലക്കുകൾ, നമുക്ക് അല്ലാഹു തആല നിഅമത്ത്, വെള്ളമെല്ലാം ഇറക്കിത്തരുന്നതും ഭൂമിയിലേക്ക്, ഭൂമിയിൽ നിന്ന് എത്രയൊക്കെ നിഅമത്തിന് പകരം തിരിച്ച് കയറുന്നുണ്ട്, ശുക്ർ. അതുപോലെ തന്നെ അള്ളാഹു നൽകിയ വെള്ളം എത്രത്തോളം നമ്മളതിനെ നല്ല നിലയ്ക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മലക്കുകൾ രേഖപ്പെടുത്താൻ വേണ്ടി ഇറങ്ങി വരുമ്പോൾ അവരുടെ ഏടിൽ, അവരുടെ രേഖയിൽ എത്രത്തോളം നമുക്ക് സൽക്കർമ്മങ്ങൾ രേഖപ്പെടുത്താനുള്ള അവസരം നമ്മൾ നൽകിയിട്ടുണ്ട്. അതൊക്കെ അറിയുന്നവനാണ്. എന്നാലോ അതുകൊണ്ട് നിങ്ങൾ അള്ളാഹനെ ആ നിലക്ക് അവനൊരു ഭീകരനാണെന്ന് വിചാരിക്കേണ്ട. അവൻ റഹീമാണ്, ഗഫൂറുമാണ്, കരുണാനിധിയുമാണ്, പൊറുക്കുന്നവനുമാണ്. പടച്ചോനുള്ള ആ നന്ദി ചെയ്യേണ്ട ബാധ്യതയും അതിന് അള്ളാഹുവിനെ പറ്റി ഭയപ്പെടാനും പ്രതീക്ഷയർപ്പിക്കുവാനുമുള്ള ഉപദേശങ്ങളുമാണ് ഈ രണ്ടായത്തുകൾ നമുക്ക് നൽകുന്നത്. വഖാലല്ലദീന കഫറൂ ലാ തഅതീന സ്സാഅ ഖുൽ ബലാ വറബ്ബീ ലതഅതിയന്നകും ആലിമുൽ ഗൈബ്. വഖാലല്ലദീന കഫറൂ, എന്നാൽ നിഷേധികൾ പറഞ്ഞു, ലാ തഅതീന സ്സാഅ, ഈ ലോകത്തിനൊരവസാനം ഒരിക്കലും വരികയില്ല. അസ്സാഅത്ത് എന്ന് പറഞ്ഞാൽ ആ സമയം, അതായത് അന്ത്യനിമിഷം ഒരിക്കലും വരികയില്ല. അത് മനുഷ്യൻ്റെ അന്ത്യനിമിഷം മരണമാവട്ടെ, അതല്ലെങ്കിൽ അസ്സാഅത്ത് എന്ന് ഖുർആൻ പൊതുവെ പറയുന്നത് ഖിയാമത്ത് നാളിനാണ്. അപ്പോൾ ഈ ലോകം അവസാനിക്കുകയില്ല. ഇതിൻ്റെ ഒരു അവസാനിക്കുമ്പോഴാണല്ലോ പിന്നെ വിചാരണ തുടങ്ങലും ശിക്ഷാരക്ഷകൾ.
അങ്ങനെയുള്ളൊരു ലോകാവസാനമൊന്നും ഉണ്ടാവില്ല എന്ന് ലാ തഅ്തീന ഞങ്ങൾക്ക് വരുകയില്ല, അസ്സാഅത്തു അന്ത്യദിനം ഞങ്ങൾക്ക് വരുകയില്ല, ഈ ലോകം തന്നെ സുഖമായി അങ്ങനെ നിലനിൽക്കും എന്നാണ് വഖാലല്ലദീന കഫറു നിഷേധികളായിട്ടുള്ള ആളുകൾ പറഞ്ഞത്. ഖുൽ പറയുക, നബിയെ പറയുക, ബല അതേ, വറബ്ബി അതേ എന്ന് പറഞ്ഞാൽ നിഷേധത്തിനെ നിഷേധിക്കുകയാണ്, വരൂല എന്നുള്ള നിഷേധത്തിനെ. അങ്ങനെയല്ല, ബല അതേ വരും, വറബ്ബി എൻ്റെ റബ്ബിനെ തന്നെയാണ് സത്യമായിട്ടും ലതഅ്തിയന്നക്കും അവൻ ആ സാഅത്ത് നിങ്ങൾക്ക് വരിക തന്നെ ചെയ്യും. അങ്ങനെ നിങ്ങൾ വരൂല എന്ന് വിചാരിച്ച് സമാധാനിക്കണ്ട, പടച്ചോൻ തന്നെയാണ് സത്യം, അത് വരും. മുഹമ്മദ് നബിയാണ് അള്ളാഹിനെ വിളിച്ച് സത്യം ചെയ്ത് പറയുന്നത്. മുഹമ്മദ് നബി ആണെങ്കിൽ അൽ അമീൻ, വിശ്വസ്തനായി അവരറിയുന്ന ആളാണ്. അതുകൊണ്ട് മുഹമ്മദ് നബിയുടെ ആ സത്യത്തിന് അവരുടെ മനസ്സിൽ വലിയ വിലയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത്രയും പെട്ടെന്ന് കുറഞ്ഞ കാലം കൊണ്ട് ഇത്രയധികം വിശ്വാസികളുണ്ടായത്. പരലോകം കണ്ട് പറഞ്ഞപ്പോൾ അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. പരലോകത്തിനെ പറ്റി കേട്ടപ്പോൾ, നാളെ പരലോകമുണ്ട്, ഖിയാമത്ത് നാളുണ്ട്, ലോകം അവസാനിക്കും, അന്ന് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും എന്നാണ് കേട്ടപ്പോൾ, എന്നിട്ട് പറയാണ് സത്യമാണ് അതുണ്ടാകും എന്ന് മുഹമ്മദ് നബി പറഞ്ഞപ്പോൾ മുഹമ്മദ് നബി പറഞ്ഞതൊക്കെ ശരിയായിട്ടുണ്ട്, കളവ് പറയുന്ന ആളല്ല. ബലാ വറബ്ബി ലതഅ്തിയന്നക്കും എൻ്റെ റബ്ബ് തന്നെയാണ് സത്യം, ലോകം അവസാനിക്കും എന്നാണ് പറഞ്ഞപ്പോൾ അവരിൽ മാറ്റമുണ്ടായി. ഓൻ അങ്ങനെ ഇല്ലാതെ പറയില്ലോ. അങ്ങനെയാണ് ഇസ്ലാം പരലോകത്തിൻ്റെ നിന്നുണ്ടായ പ്രചോദനമാണ് ഇസ്ലാമിലേക്ക് അവർ വന്നത് എന്നാണ്. ലാ ബലാ വറബ്ബി ലതഅ്തിയന്നക്കും ആലിമിൽ ഗൈബ് അദൃശ്യമായ കാര്യങ്ങൾ അറിയുന്നവനാണവൻ. ആ അദൃശ്യകാര്യങ്ങൾ അറിയുന്നവനാണ് ഇത് പറഞ്ഞു തന്നത്. വരും, ലോകം വരും. ലാ യഅ്സുബു അൻഹു അവനിൽ നിന്ന് മറഞ്ഞു പോകുകയില്ല. മിസ്കാലു ദർറത്തിൻ അണുമണിയുടെ തൂക്കം പോലും. മിസ്കാൽ എന്ന് പറഞ്ഞാൽ തൂക്കം. മിസ്കാൽ 20 മിസ്കാൽ എന്ന് പറയുമല്ലോ സക്കാത്തിൻ്റെ വിഹിതമായിട്ട്, നിസാബ് പരിധി 20 തൂക്കം എന്നാണ്. മിസ്കാലു ദർറത്ത്, ദർറത്ത് എന്ന് പറഞ്ഞാൽ കടുകുമണി, ഏറ്റവും ചെറിയ വസ്തു. അണു എന്നോ അണുമണി തൂക്കം എന്നോ കടുകുമണിയോളം എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാം. മിസ്കാലു ദർറത്തിൻ കടുകുമണിയോളം അല്ലെങ്കിൽ അണുമണി തൂക്കം. അള്ളാഹുവിങ്കൽ നിന്ന് ഒന്നും മറഞ്ഞു പോവുകയില്ല, ഒക്കെ അള്ളാഹ്ക്കറിയാം. ഫിസ്സമാവാത്തി ഭൂമി ആകാശങ്ങളിലാവട്ടെ, വലാഫിൽ അർളി ഭൂമിയിലാവട്ടെ, ഒരു കടുകുമണിയോളം അള്ളാഹുവിങ്കൽ നിന്ന് മറിഞ്ഞ് അറിയാതെ പോവുകയില്ല. വലാ അസ്ഗറു മിൻ ദാലിക ആ ദർറത്ത് അണുമണിയേക്കാളും ചെറിയതും, വലാ അക്ബർ അതിനേക്കാളും വലിയതും അള്ളാഹുവിനറിയാതെ പോവുകയില്ല. ഇല്ലാ ഫീ കിതാബി മുബീൻ വ്യക്തമായ ഒരു രേഖയിൽ അതൊക്കെ രേഖപ്പെടുത്തിയിട്ടല്ലാതെ. പടച്ചോൻ അതൊക്കെ അള്ളാഹുവിൻ്റെ മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ലാ യുഗാദിറു മാ ലിഹാദൽ കിതാബി ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ വവജദൂ മാ അമിലു ഹാദിറൻ വലാ യദ്ലിമു റബ്ബുക അഹദ എന്നുണ്ടല്ലോ സൂറത്തു കഹ്ഫിൽ. മാ ലിഹാദൽ കിതാബ് ഈ രേഖക്ക് എന്താണ്, എന്തു പറ്റി? ആ രേഖ ഒരു അത്ഭുതത്തോടു കൂടിയാണ് ചോദിക്കുന്നത്. എന്തൊരു രേഖയാണിത്, എന്ത് പറ്റി ഈ രേഖക്ക്? ഏത് രേഖ? നമ്മുടെ നന്മ തിന്മകൾ എഴുതി രേഖപ്പെടുത്തി അള്ളാഹുവിൻ്റെ മുന്നിൽ സമർപ്പിക്കുന്ന ആ മാസ്റ്റർ കോഡ്, അതാണ് ആ രേഖ എന്നുള്ളത്. അതാണ് ആ മദർ കോഡാണിത്. അതിൽ എല്ലാം ഉണ്ട്. ആ ചെറിയ ചിപ്പിൻ്റെ ഉള്ളിൽ എല്ലാം ഉണ്ടാവും. മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അത് ചെറിയതാവട്ടെ വലിയതാവട്ടെ, ഒരു അണുവിനേക്കാളും ചെറിയതാവട്ടെ അതിനേക്കാളും വലിയതാവട്ടെ, അള്ളാഹുവിനത് അസബ യഅ്സുബു എന്ന് പറഞ്ഞാൽ മറഞ്ഞു പോവുകയില്ല, കാണാതെ പോവുകയില്ല. അതൊക്കെ രേഖയിലുണ്ടായിരിക്കും. പിന്നെ എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനെ കരുതിക്കൂട്ടി അനുസരണക്കേട് കാണിക്കുക എന്നതാണ് അള്ളാഹ് ചോദിക്കുന്നത്. ഇങ്ങനെയൊക്കെ അറിയുന്ന നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളതും ഒരു അണുമണിത്തൂക്കം നമ്മളെ ജീവിതത്തിനെ കൃത്യമായി രേഖപ്പെടുത്താതെ ഇരിക്കാത്ത
ഒരു പടച്ചവൻ്റെ മുന്നിൽ നമുക്ക് എങ്ങനെ അവനെ ധിക്കരിക്കാനും മറന്നു ജീവിക്കാനും കഴിയും? അതാണ്. എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്? അങ്ങനെയൊക്കെ ഇത്ര കൃത്യമായി രേഖപ്പെടുത്തുന്നത് എന്തിനാണ്? ലിയജ്സിയല്ലദീന ആമനു വ അമിലുസ്സാലിഹാത്ത്, ലിയജ്സിയ പ്രതിഫലം നൽകാൻ വേണ്ടി, അല്ലദീന ആമനു വിശ്വസിച്ച ആളുകളും, വ അമിലുസ്സാലിഹാത്തി സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർക്കും പ്രതിഫലം. അത് ചെറിയ മിസ്കാലു ദർറത്തിൻ, മയ്യാമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ, ആ മിസ്കാലു ദർറത്തിനാണ് പടി. ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ ആ നന്മൻ്റെ ഖൈർ അള്ളാഹ് നമുക്ക് അവിടുന്ന് തരും. ഒരു അണുമണി തൂക്കം തിന്മ ചെയ്താൽ ആ തിന്മയുടെ ഷെറും ശിക്ഷയും അള്ളാഹ് നൽകും. അതാണ് ലിയജ്സിയല്ലദീന ആമനു വ അമിലുസ്സാലിഹാത്തി, വിശ്വസിച്ച ആളുകൾക്കും വ അമിലുസ്സാലിഹാത്തി സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർക്കും പ്രതിഫലം നൽകുവാൻ വേണ്ടിയാണ്. ഇതൊക്കെ അള്ളാഹു അറിയും, അതൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞത്. പിന്നെ എന്തിനായിരിക്കും അള്ളാഹു തആല രേഖപ്പെടുത്തുന്നത്? അള്ളാഹ്ക്ക് ഇതൊക്കെ അറിയെങ്കിൽ വലിയൊരാൾക്ക് പിന്നെ രേഖൻ്റെ ആവശ്യമുണ്ടോ? പടച്ചോനെല്ലാം അറിയുന്നവനല്ലേ. അത് നമുക്ക് കാണിച്ചു തരാനായിരിക്കും ചിലപ്പോൾ. അള്ളാഹു ആയാലും. കാരണം നമ്മളോട് പറയുന്നുണ്ട്, ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക്കൽ യൗമ അലൈക ഹസീബ, നിൻ്റെ കിതാബ് നീ തന്നെ വായിച്ചു നോക്ക്. കഫാ ബിനഫ്സിക്കൽ യൗമ അലൈക ഹസീബ, നിൻ്റെ കണക്ക് നോക്കാൻ നീ തന്നെ മതി. നീ ചെയ്ത ഗ്രന്ഥം നീ തന്നെ ഒന്ന് വായിച്ചു നോക്കുക. നീ ചെയ്ത നന്മ തിന്മകൾ, ഇഖ്റ കിതാബക, നിൻ്റെ കിതാബ് നീ വായിച്ചു നോക്ക്. അപ്പം നമുക്ക് വായിക്കണമെങ്കിൽ അള്ളാഹ്ക്ക് ഇതൊക്കെ അറിയാം. അള്ളാഹ്ക്ക് അവിടെ മലക്കുകളെ കൊണ്ട് രേഖപ്പെടുത്തണമെന്നില്ല. പക്ഷെ മലക്കുകൾ ഇത് രേഖപ്പെടുത്തിയിട്ട് അള്ളാഹ് നമുക്ക് നമ്മുടെ കയ്യിൽ, വലത്തെ കയ്യിൽ കിതാബ് തരും. മൻ ഉതിയ കിതാബഹു, കിതാബ് ബി യമീനി വലത്തെ കയ്യിൽ തരുന്ന ആളുകളുണ്ട്, ബി ഷിമാലിഹി ഇടത്തെ കയ്യിൽ തരുന്ന ആളുകളുണ്ട്. അപ്പം നമുക്ക് വായിക്കണമെങ്കിൽ നമുക്ക് ഏത് തന്നെ വേണ്ടേ? അപ്പോൾ ആ രേഖ നമുക്ക് വായിക്കാൻ കഴിയും. പിന്നെ അതെങ്ങനെ രേഖപ്പെടുത്തി, എങ്ങനെയാണ് അതിൻ്റെ രേഖ, എന്താണ് അതിൻ്റെ കോഡ്, ഏതൊരു ഭാഷയാണ് അത് നമുക്ക് അറിഞ്ഞുകൂടാ. പരലോകത്ത് നമ്മളുടെ ചെയ്തികൾ, പ്രവർത്തനങ്ങൾ കൃത്യമായി അല്ലാഹു തആല രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, തീർച്ചയായും നിൻ്റെ രക്ഷിതാവ് പതിയിരുന്ന് നോക്കുന്ന ഒരു സ്ഥാനത്താണ് എന്ന്. എല്ലാം സൂക്ഷ്മമായി നോക്കുന്ന മിർസാദ് എന്ന് പറഞ്ഞാൽ ഒബ്സർവേറ്ററി എന്നാണ്. അപ്പോൾ ഒരു ഒബ്സർവേറ്ററിയിലിരുന്ന് അള്ളാഹ് എല്ലാം നോക്കിക്കാണുന്നുണ്ട്. അത് രേഖപ്പെടുത്തി നമ്മളെ കയ്യിൽ തന്നിട്ട് നീ വായിച്ചു നോക്ക്, എൻ്റെ ജീവിതം ഇതായിരുന്നു. നീ നരകത്തിൽ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർഹൻ നീയാണ്, നിൻ്റെ കിതാബിലുണ്ട്. അതല്ല സ്വർഗമാണ് എങ്കിൽ അതിൻ്റെ കാരണക്കാരൻ നീ തന്നെയാണ്, നിൻ്റെ നന്മ കൂടുതലാണ്. നമ്മളെ ബോധ്യപ്പെടുത്താൻ, അള്ളാഹു അനീതി ചെയ്യുന്നില്ലെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയായിരിക്കും ഒരു പക്ഷേ. അതാണ് ഇല്ലാഫി കിതാബി മുബീൻ എന്ന് പറഞ്ഞല്ലോ. ആ കിതാബ് മുബീൽ അതൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. ലിയജ്സിയല്ലദീന ആമനു വ അമിലുസ്സാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് പ്രതിഫലം നൽകാൻ. വിശ്വസിച്ച് മാത്രം നിൽക്കുന്ന അവസ്ഥ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ഞാനും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽപ്പെടല്ല. വിശ്വസിച്ചിട്ടുണ്ടോ എങ്കിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് അല്ലദീന ആമനു നീ എവിടെ കണ്ടോ അവിടെ അമലുസ്സാലിഹാത്തി, നല്ലത് പ്രവർത്തിക്കുക. അതേത് രംഗത്താണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും നല്ലത്. അല്ലാതെ ആ സൽക്കർമ്മം എന്ന് പറയുമ്പോൾ നിസ്കാരം, നോമ്പും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ല നിലയ്ക്ക് നിർവഹിക്കുന്നു. വീട്ടിൽ ചെന്നാൽ ഭാര്യമാരോടും മക്കളോടും ചീത്തയായ രൂപത്തിൽ പെരുമാറുന്നു, ജനങ്ങളോട് ചീത്തയായ രൂപത്തിൽ. കടയിൽ ചെന്നാൽ അവിടെ കളവും വഞ്ചനയും പ്രയോജനപ്പെടുത്തുന്നു. മനുഷ്യബന്ധങ്ങളിൽ ചീത്തയും അസൂയയും പരദൂഷണവും ഏഷണിയും ഒക്കെ നടത്തുന്നു. പക്ഷെ നിസ്കാരത്തിനൊക്കെ വലിയ മുമ്പിലാണ്. ഹജ്ജിനും സക്കാത്തിനും നിസ്കാരത്തിനും മുമ്പിലായതുകൊണ്ട് കഴിയില്ല എന്ന് അള്ളാഹ് സൂചിപ്പിക്കാനാണ് അല്ലദീന ആമനു വ അമിലുസ്സാലിഹാത്തി, നല്ലതുകൾ ചെയ്യുക. അപ്പം നല്ലത് ഏതൊക്കെയാണെന്ന് അള്ളാഹു നമ്മളെ, അതിൽ ഫർളായ കാര്യങ്ങളുണ്ട്, സുന്നത്തുകളുണ്ട്, അതിൻ്റെ താഴെ മുസ്തഹബ് അഭിലഷണീയമായ കാര്യങ്ങളുണ്ട്, അച്ചടക്ക മര്യാദകളുണ്ട്. അതൊന്നുമല്ല, അനുവദനീയമായ കാര്യങ്ങളുമുണ്ട്. അള്ളാഹു തആല ശിക്ഷിക്കൂല അത് ഒഴിവാക്കിയാൽ. ചെയ്താലും അനുവദനീയമായ കാര്യങ്ങളുണ്ട്. അതൊക്കെ
അമലുസ്സാലിഹാത്തിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ പെടുത്തുന്നത്. ആ അമലുസ്സാലിഹാത്ത് ചെയ്യുക, വിശ്വസിക്കുക. അങ്ങനെയുള്ള ആളുകൾ ഉലായിക അക്കൂട്ടർക്ക് ലഹും അവർക്ക് മാത്രമായിട്ടുണ്ട് മഗ്ഫിറത്തുൻ പാപമോചനം. അപ്പോൾ അവർക്കാണ് പാപമോചനം ഉള്ളത്. ആർക്ക്? വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ് പാപമോചനം, മഗ്ഫിറത്ത്. അവർക്കാണ് മഗ്ഫിറത്തുള്ളത്. റിസ്ഖുൻ കരീം, നല്ല റിസ്ഖും അല്ലാഹു തആല അവർക്കാണ് നൽകിയിട്ടുള്ളത്. നല്ല റിസ്ഖ് എന്ന് പറഞ്ഞാൽ നല്ല ആഹാരം എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന അള്ളാഹുവിങ്കൽ നിന്ന് കിട്ടുന്ന ആഹാരമാവട്ടെ, സ്വർഗജീവിതത്തിലെ സുഖമാവട്ടെ, ഇഹലോകത്തെ സുഖമാകട്ടെ, ഒക്കെ റിസ്ഖാണ്. ആ റിസ്ഖു എന്ന് പറഞ്ഞാൽ താമ് ഭക്ഷണം എന്നർത്ഥമല്ല. അള്ളാഹു തആല നൽകിയ നന്മകളൊക്കെ അള്ളാഹുവിൻ്റെ റിസ്ഖാണ്. അള്ളാഹു മർസുഖിന എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ ഭക്ഷണമടക്കമുള്ള എല്ലാ റിസ്ഖും നൽകണമേ എന്നാണ്. അള്ളാഹു റാസിഖാണ്. അപ്പോൾ റിസ്ഖുൻ കരീം, മാന്യമായ റിസ്ഖും മാന്യമായ ജീവിത വിഭവങ്ങളും മഗ്ഫിറത്തും അള്ളാഹു അവർക്ക് നൽകും. അല്ലദീന ആമനു വ അമിലുസ്സാലിഹാത്തി. പിന്നെ എന്നാലോ അതിൻ്റെ മറുവശം വല്ലദീന സഅഉ ഫീ ആയാതിനാ മുആജിസീൻ. വല്ലദീന സഅഉ അധ്വാനിക്കുന്നവർ, പ്രയത്നിക്കുന്നവർ, ഫീ ആയാതിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ പ്രയത്നിക്കുന്നവർ എന്ന് പറഞ്ഞാൽ സഅ എന്ന് പറഞ്ഞാൽ ഓടി നിരങ്ങി എന്നൊക്കെയാണ്. അപ്പം നമ്മളെ ആയത്ത്, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ഓടിക്കളിച്ച് അതൊന്നും ശ്രദ്ധിക്കാതെ അത് നിരങ്ങി അതിനെ നാശമാക്കുന്ന ആളുകൾ എന്നുള്ളതാണ് സഅഫി. അതിൽ വസഅഫി ഖറാബിഹ എന്ന് കാണാം. കഅബയെ പറ്റി പറഞ്ഞെടുത്ത് വസഅഫി ഖറാബിഹ എന്ന് പറഞ്ഞാൽ കഅബ ഖറാബാക്കാൻ, നശിപ്പിക്കാൻ വേണ്ടി അധ്വാനിച്ചു. അതുപോലെ സഅഫി ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ദൃഷ്ടാന്തങ്ങളെ ദുർവ്യാഖ്യാനിക്കാനും, അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഖുർആൻ വചനങ്ങളും അള്ളാഹുവിൻ്റെ കൽപ്പനകളും അവർക്കനുസരിച്ച് ദുർവ്യാഖ്യാനിക്കാനും അതിനെ നിഷേധിക്കാനും അതിനെ പരിഹസിക്കുവാനുമൊക്കെ ശ്രമം നടത്തുന്ന ആളുകൾ വല്ലദീന സഅഉ ഫീ ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ പാടുപെടുന്നവർ, അധ്വാനിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കുകയും മറ്റൊക്കെയായിട്ട് നിഷേധിക്കാൻ വേണ്ടി പാടുപെടുന്നവർ. മുആജിസീന അവർ ആ ആയത്തുകൾ പറയുന്നവരെ അശക്തരാക്കിക്കൊണ്ട്, പ്രവാചകന്മാരെ കഴിവ് കെട്ടവരാക്കി, അവർക്കൊരു സ്വാധീനവുമില്ല, അവർക്കൊന്നും അറിഞ്ഞുകൂടെന്ന് പറഞ്ഞ് കഴിവ് കെട്ടവരാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ പരിഹസിക്കാനും നിഷേധിക്കാനും പ്രയത്നിക്കുന്ന ആളുകൾ, അവർക്കോ ലഹും ഉലായിക അവർ ലഹും അദാബുൻ അവർക്ക് ശിക്ഷയുണ്ട്, മിൻ റിജ്സിൻ മഹത്തായ പാതകത്തിൻ്റെ, കുറ്റത്തിൻ്റെ, അലീം വേദനാജനകമായ കുറ്റത്തിൻ്റെ ശിക്ഷ അവർക്കുണ്ടായിരിക്കും. അപ്പോൾ രണ്ട് വിഭാഗം ആളുകളെ ആകെ ലോകത്തുള്ളൂ. ഒന്ന് അല്ലദീന ആമനു വ അമിലുസ്സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് വിശ്വസിച്ച ആളുകൾ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളുകൾ. രണ്ട് വല്ലദീന സഅഉ ഫീ ആയാതിന മുആജിസീന നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ അധ്വാനിക്കുന്ന, അതിനെ മോശമാക്കാനും പരിഹസിക്കാനും വേണ്ടി ശ്രമം നടത്തുന്നവർ, അധ്വാനിച്ചു പാടുപെട്ടു അതിനുവേണ്ടി ശ്രദ്ധിക്കുകയും മുആജിസീന അതുമായി വരുന്ന പ്രവാചകന്മാരെയും പ്രബോധകന്മാരെയും കഴിവുകെട്ടവരാക്കി തള്ളിക്കൊണ്ട് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അധിക്ഷേപിക്കാൻ വേണ്ടി പാടുപെടുന്നവർക്ക് ശിക്ഷയുണ്ടായിരിക്കും. അപ്പോൾ ആ രണ്ടാലൊന്നിലാണ് നമ്മളാവുക. അതേതാണ് ആവേണ്ടത് എന്ന് തീരുമാനിക്കാൻ ഈ ആയത്ത് നമുക്ക് നൽകുന്ന പാഠം ഉൾക്കൊള്ളുന്നു. ഇനി വയറല്ലദീന ഊതുൽ ഇൽമല്ലദീ ഉൻസില ഇലൈക മിർ റബ്ബിക ഹുവൽ ഹഖ് വയഹ്ദീ ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്. വയറ കാണുവാനും, അല്ലദീന ഊത്തുൽ ഇൽമ അറിവ് നൽകപ്പെട്ട ആളുകൾ, അല്ലദീ ഉൻസില ഇലൈക മിർ റബ്ബിക നിന്റെ റബ്ബിങ്കൽ നിന്ന് ഇറക്കപ്പെട്ടിട്ടുള്ള ആ അറിവ്, അതായത് ഖുർആൻ അള്ളാഹുവിങ്കൽ നിന്ന് ഇറക്കപ്പെട്ട ഖുർആനും അള്ളാഹു പ്രവാചകൻ ഇറക്കിക്കൊടുത്ത നബി വചനങ്ങളും
അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ ഉള്ള അതിൻ്റെ അറിവ്, അതിൻ്റെ ശരിയും തെറ്റും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള അതിൽ നിന്നുള്ള അറിവ് ലഭിച്ചവർ കാണുവാനും ഹുവൽ ഹഖ, അത് സത്യമാണെന്ന് കാണാനും വേണ്ടിയാണ് അല്ലാഹു തആല ഈ നടപടികൾ എടുക്കുന്നത് എന്ന്. വയഹ്ദി ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്, പ്രതാപിയായ സ്തുതിക്കപ്പെട്ടവനായ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് വഴി കാണിക്കുവാനുമാണ് ഈ കൽപ്പനകളൊക്കെ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നത്. വഖാലല്ലദീന കഫറു ഹൽ നദുല്ലുക്കും അലാ റജുലിൻ യുനബ്ബിഉക്കും ഇദാ മുസ്സിഖ്തും കുല്ല മുമസ്സഖിൻ ഇന്നക്കും ലഫീ ഖൽഖിൻ ജദീദ്. വഖാലല്ലദീന കഫറു, ഇനി അവരുടെ പരിഹാസം പറയാം. വല്ലദീന കഫറു വല്ലദീന സഅഉ ഫീ ആയാതിനാ മുആജിസീന എന്ന് പറഞ്ഞല്ലോ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ പാടുപെട്ട് അധ്വാനിച്ച് അതിനെ നിഷേധിക്കുന്നവരും ആ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവരുന്ന പ്രവാചകന്മാരെയും അത് പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രബോധകന്മാരെയും അശക്തരാക്കി തള്ളുകയും ചെയ്യുന്ന ആളുകളുടെ പ്രവൃത്തി എന്താണ്? അവരുടെ കാര്യമാണ് പറയുന്നത്. വഖാലല്ലദീന കഫറു, നിഷേധികളായിട്ടുള്ള ആളുകൾ പറഞ്ഞു, ഹൽ നദുല്ലുക്കും, ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ദല്ല, അറിയിച്ചു കൊടുത്തു എന്നാ. ദല്ല, അറിയിച്ചു കൊടുത്തു. ദലീൽ എന്നാ പറയാം. ദല്ലാൾ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ആ ദല്ലാൾ അത് തന്നെയാണ്. നമ്മളൊരു പറമ്പുണ്ട് എന്നുള്ളതിൻ്റെ ദല്ലാൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കോടൂരോ ഓക്കെങ്കിലും ഒരു പറമ്പ് വെക്കാണ്ട് എന്നുള്ളത് നമുക്കൊന്നും അറിയില്ലോ. അപ്പോൾ അത് നമുക്ക് അറിയിച്ചു തരേണ്ട ആൾ തന്നെയാണ് ദല്ലാൽ. അല്ലെങ്കിൽ ഒരു കല്യാണം കുട്ടിയെ കെട്ടാനുണ്ട് എന്ന് അറിയിച്ചു കൊടുക്കുന്നു. അതാണ് ദലീൽ എന്ന് പറയും. നമ്മളെ ദലീൽ എന്ന് പറഞ്ഞാൽ ഗൈഡിനാണ് പറയുക. ദലീൽ, ഗൈഡ്. നമ്മളിപ്പോൾ ഒരു അന്യനാട്ടിൽ പോകുമ്പോൾ അവിടെ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനുള്ള അതിന് ദലീൽ എന്നാണ് പറയുക. ഗൈഡ്, ദലീൽ. അതുപോലെ തന്നെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു, ചെറുപ്പക്കാർക്ക് അറിയണമെന്നില്ല, ടെലിഫോൺ ഡയറക്ടറി. അതിന് ദലീൽ എന്നാണ് പറയുക. ഡയറക്ടറി വലിയ കിതാബുണ്ടല്ലോ, അതിന് ദലീൽ എന്നാണ് പറയുക. ദലീലുൽ ഹാത്തിഫ്, അറിയിച്ചു കൊടുക്കുന്നവൻ. അതാണ് ദല്ലാൽ, അതാണ് ദല്ല. അതാ വഖാലല്ലദീന കഫറു, നിഷേധികൾ പറഞ്ഞു, ഹൽ നദുല്ലുക്കും, ഞങ്ങൾ അറിയിച്ചു തരട്ടെയോ? അലാ റജുലിൻ, ഒരു മനുഷ്യനെ പറ്റി. നബിയെ പരിഹസിക്കാണവര്. നബിയെ പറ്റിയാ പറയുന്നത്. ഒരു ചങ്ങായിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ഞങ്ങൾ. എന്താ അയാൾ പറയുന്നത്? യുനബ്ബിഉക്കും, അവൻ നിങ്ങൾക്ക് അറിവ് നൽകുന്നു. നബ്ബ എന്ന് പറഞ്ഞാൽ വിവരം നൽകി, പറഞ്ഞു തരുന്നു എന്നൊക്കെ. യുനബ്ബിഉക്കും, നിങ്ങൾക്ക് അവൻ പറഞ്ഞു തരുന്നു ഒരു വിഷയം. എന്താ? ഇദാ മുസ്സിഖ്തും കുല്ല മുമസ്സഖിൻ, നിങ്ങൾ പൂർണ്ണമായും പിച്ചി ചീന്തപ്പെട്ടാൽ. മസ്സഖ എന്ന് പറഞ്ഞാൽ പിച്ചി ചീന്തീന. കുല്ല മുമസ്സഖിൻ എന്ന് പറഞ്ഞാൽ എല്ലാ പിച്ചി ചീന്തലും. അതായത് പൂർണ്ണമായി പിച്ചി ചീന്തപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൂർണ്ണമായി എല്ലും നുരുമ്പ് മണ്ണായി എല്ലും പൊടിയുമായി നിങ്ങൾ നശിപ്പിക്കപ്പെട്ടാൽ. ഇതാ മുസ്സിഖ്തും കുല്ല മുമസ്സഖിൻ, അതിൻ്റെ ഭാഷാർത്ഥം പിച്ചി ചീന്ത എന്നാണ്. അതായത് മണ്ണ് നമ്മുടെ എല്ലാം വേർപ്പെടുത്തുമല്ലോ, അതിനാണ് മുമസ്സഖ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഘടകങ്ങളെയും എല്ലാ അവയവങ്ങളെയും വേർതിരിച്ച് പിച്ചി ചീന്തപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നശിപ്പിക്കപ്പെട്ടാൽ, എല്ലാ അർത്ഥത്തിലും നശിപ്പിക്കപ്പെട്ടാൽ. ഇന്നക്കും, തീർച്ചയായും നിങ്ങൾ, ലഫീ ഖൽഖിൻ ജദീദ്, പുതിയ സൃഷ്ടികളായി വരും എന്ന് പറയുന്ന ഒരാളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് കാഫിര്യങ്ങൾ പറയും മുഹമ്മദ് നബിയെ പറ്റി. നബി അവരോട് പറഞ്ഞതാണല്ലോ, നിങ്ങൾ മണ്ണായി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് ഇതുപോലെ വലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, നിങ്ങളെ മണ്ണിൽ നിന്ന് പുനർജീവിപ്പിക്കുമ്പോൾ ഈ നിങ്ങളുടെ കൈവിരൽ തുമ്പിലുള്ള അടയാളങ്ങൾ പോലും അതേ രൂപത്തിൽ നിങ്ങൾക്ക് മാറ്റി നിലനിർത്തിക്കൊണ്ട് പുനരുജ്ജീവിപ്പിക്കാൻ അള്ളാഹ്ക്ക് കഴിയും എന്ന് പറഞ്ഞപ്പോൾ ഇവർക്കിതൊരു വല്ലാത്ത അത്ഭുതമായി. കാലമൻ യുഹ്യിൽ-ഇളാമ വഹിയ റമീം, എല്ലുകളെ ആരാണ് പുനർജീവിപ്പിക്കുക? വഹിയ റമീം, അത് നുരുമ്പിപ്പോയിട്ടുണ്ടല്ലോ, പിന്നെ ആരാണ് അതിനെ പുനർജീവിപ്പിക്കുക എന്നൊക്കെ അവർ ചോദിക്കുന്നു. അതെന്നാണ് ഇതാ മുസ്സിഖ്തും കുല്ല മുമസ്സഖിൻ, എല്ലാ അർത്ഥത്തിലും നിങ്ങൾ പിച്ചി ചീന്തപ്പെട്ടാൽ, നിങ്ങൾ നശിപ്പിക്കപ്പെട്ടാൽ.
ഇന്നക്കും ലഫീ ഖൽഖിൻ ജദീദ്, നിങ്ങൾ ഒരു പുതിയ സൃഷ്ടികളായിട്ട്, ഖൽഖ് സൃഷ്ടി, ജദീദ് പുതിയ സൃഷ്ടികളായി നിങ്ങൾ വരും എന്ന് പറയുന്ന ഒരു മനുഷ്യനെപ്പറ്റി ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. നിഷേധികളായ ആ ഖുറൈശികളുടെ സനാദീദ് ഖുറൈശികളുടെ പ്രമുഖന്മാരാണ് ഈ പറയുന്നത്. അവരുടെ സാധാരണക്കാരായ നാട്ടുകാരോട് ഒക്കെ ഞാൻ പറഞ്ഞേറ്റെ, ഇങ്ങനത്തെ ഒരു ചങ്ങാതി ഇവിടെ വന്നിട്ടുണ്ട്, മുഹമ്മദ് എന്ന് പറഞ്ഞൊരു ചങ്ങാതി. ഈ ചങ്ങാതിൻ്റെ പണി എന്താ? നിങ്ങളൊക്കെ ആകെ മണ്ണായി കിടന്ന് നശിപ്പിച്ച് നുരുമ്പിപ്പോയാലും നിങ്ങൾ വീണ്ടും ഇതേപോലെ പുതിയ സൃഷ്ടികളായിട്ട് വരും എന്ന് പറഞ്ഞാൽ നബി പറയുന്നത് അത്രയും അപ്രാപ്യവും അസംഭവ്യവും പരിഹാസ്യവുമാണ്. അങ്ങനെയുള്ള ഒരാളെപ്പറ്റി പറഞ്ഞു തരട്ടെ എന്ന് അവർ പറയുന്നു. അഫ്തറ അലല്ലാഹി കദിബ അംബിഹി ജിന്നത്തുൻ. അഫ്തറ അലല്ലാഹി കദിബ, അവൻ അള്ളാഹുവിൻ്റെ മേൽ കളവ് കെട്ടിച്ചമച്ച് പറയുകയാണോ? അംബിഹി ജിന്നത്തുൻ, അതല്ല അവന് ഭ്രാന്തുണ്ടോ? ഒരു പരിഹസിക്കാണ്. അങ്ങനെ അതായത് അവർക്ക് അള്ളാഹിൽ വിശ്വാസമുണ്ട്, അള്ളാഹ് അങ്ങനെയൊന്നും ചെയ്യൂല. അഫ്തറ ഫഹാദർ റജുലുല്ലദീ അതാബിദാലിക്കാന്ന് ഈ കാര്യവും പറഞ്ഞു വരുന്ന ഈ മുഹമ്മദ് നബി അഫ്തറ അലല്ലാഹി കദിബ, അള്ളാഹുവിൻ്റെ മേൽ കളവ് കെട്ടിച്ചമച്ച് പറയുകയാണോ? അതല്ല അംബിഹി ജിന്നത്തുൻ, അതല്ല അവന് വല്ല ഭ്രാന്തുണ്ടോ? ഭ്രാന്തുണ്ടെങ്കിൽ പിന്നെ എന്തും പറയാലോ. അങ്ങനെയൊക്കെയാണോ എന്ന് അവർ വളരെ ധിക്കാരവും പരിഹാസവും നിറഞ്ഞ സ്വരത്തിൽ മുഹമ്മദ് നബിയെ പറ്റി പറയുന്നു. അള്ളാഹ് പറയാണ് ബലില്ലദീന ലാ യുഅ്മിനൂന ഫിൽ ആഖിറ, പക്ഷേ ആഖിറത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ. ഇതൊക്കെ ഈ ഖുർആൻ ഇങ്ങനെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്നുള്ള മനുഷ്യരും ഇങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഈ ഒരു അറബി ശൈലിയിലല്ലെങ്കിൽ പോലും ഇത് ഈ മതം ഒക്കെ പറയുക, മതത്തിന് നാളെ പരലോകമുണ്ട് എന്നൊക്കെ പറയാം. അതൊക്കെ ഒരു ഭ്രാന്തന്മാർ, കുറേ സാധുക്കൾ, അല്ലെങ്കിൽ എന്തൊക്കെയോ അനാവശ്യമായി കെട്ടിച്ചമച്ച് പറയുന്ന കടങ്കഥകളാണ്, അല്ലെങ്കിൽ ഭ്രാന്തന്മാരാണ്. ഇങ്ങനെയൊക്കെ നബിയെ എന്തൊക്കെ പരിഹസിച്ചിരുന്നോ ആ പരിഹാസത്തിൻ്റെ ആ അസിലിൽ തന്നെയാണ് ഇന്നും അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളും സമൂഹത്തിൽ വലിയൊരു വിഭാഗമുള്ളത്. പരലോകം എന്ത് പറഞ്ഞാലും അതൊക്കെ എവിടെ, എന്താ, ഏതാ? മതാ ഹാദൽ വാഴുതു ഇൻ കുൻതും സാദിഖീൻ വയഖൂലൂന മതാ ഹാദൽ വാഴുതു ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ എപ്പോഴാണ് ഈ പരലോകവും ഖിയാമത്ത് നാളൊക്കെ വരിക എന്ന് അവർ പറഞ്ഞിരുന്നല്ലോ. ആ ഒരു ടോൺ അത് തന്നെയാണ് ഇന്നും സമൂഹത്തിന് ദീന് പറഞ്ഞുമ്പോൾ ഉണ്ടാകുന്നത്. പൊതുവേ യുവതലമുറകൾക്കൊക്കെ അതൊക്കെ ഒരു പരിഹാസ്യമായി കാണുകയാണ്. അതിനാണ് പറയുന്നത് ബലില്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, ആഖിറത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ. ബൽ പക്ഷേ അല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, ആഖിറത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ. ഫിൽ അദാബ്, അവർ ശിക്ഷയിലാണ്. വല്ലലാലിൽ ബഈദ്, വളരെ വിദൂരമായ വഴികേടിലാണ് അവർ. ശിക്ഷയിലാണെന്ന് പറഞ്ഞാൽ അവർക്ക് അതിൻ്റെ ശിക്ഷ ഉറച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഒരിക്കലും തിരിച്ചു വരാത്ത വിധം ദലാലത്ത് വഴിതെറ്റിപ്പോയിട്ടുണ്ട്. അല്ലലാലുൽ ബഈദ് പറഞ്ഞാൽ കുറച്ചൊക്കെ കണ്ട് വഴിതെറ്റിയിട്ടുണ്ടെങ്കിലും കണ്ടന്നെ തിരിച്ചു മടങ്ങാൻ കഴിയാത്ത വിധം വളരെ വിദൂരമായ വഴികേടിലായിട്ടുണ്ട് അവർ. അതാണ് പ്രയാസം. അവലം യറോ, എന്നിട്ട് അവർക്ക് അല്ലാഹു തആല ഒരു തെളിവ് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയുള്ള ആളുകളോടാ പറയുന്നത് അവലം യറോ, അവലം യറോ, അവർ അഫലം യറോ, അവർ കണ്ടിട്ടില്ലേ, അപ്പോൾ അവർ കണ്ടിട്ടില്ലേ. ഇങ്ങനെയൊക്കെ അവർ പറയുന്നത് എന്താ? മുഹമ്മദ് നബി ആഖിറത്തിനെ പറ്റി പറയുമ്പോൾ അതൊക്കെ മഹാകളവാണ്, വ്യാജമാണ്, നമ്മളൊക്കെ നശിച്ച് ചിന്നിച്ചതറിപ്പോയാൽ പിന്നെ നമ്മളെ പുനരുജ്ജീവിപ്പിക്കൂല എന്നൊക്കെ പറയാൻ മാത്രം അവർക്ക് എന്താ പറ്റിയത്? അവർ അഫലം യറോ, അവർ കണ്ടിട്ടില്ലയോ? ഇലാ മാ ബൈന ഐദീഹിം, അവരുടെ മുമ്പിലുള്ളതിലേക്ക് അവർ നോക്കുന്നില്ലയോ, അവർ കാണുന്നില്ലയോ? വമാ ഖൽഫഹും, അവരുടെ മുന്നിലുള്ളതും, അതായത് അവൻ്റെ ജീവിതത്തിലുള്ള മുന്നിലുള്ള അവസ്ഥ. പലരും മരിച്ചു പോകുന്നു, ഒരുപാട് ആളുകൾ പലരും ജനിച്ചുകൊണ്ടിരിക്കുന്നു. പണ്ടുള്ളവരൊക്കെ മരിച്ചുപോയി. മിനസ്സമായി വൽ അർളി, ആകാശത്തിലും ഭൂമിയിലും
അവരുടെ മുന്നിലും പിന്നിലുമുള്ള എല്ലാം പലതും അവർ കാണുന്നില്ലയോ? ഇന്നശ നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ നഖ്സിഫ് ബിക്കുമുൽ അർള ബിഹിമുൽ അർള അവരെ കൊണ്ട് ഭൂമി വിഴുങ്ങുമായിരുന്നു. ഹസഫ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ അങ്ങനെ ആണ്ടുപോയി. അവരെയും കൊണ്ട് ഭൂമിയെ അല്ലാഹു തആല താഴ്ത്തുമായിരുന്നു. അത് മുമ്പക്കും പിന്നുക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പല സമൂഹങ്ങളും മുമ്പുണ്ടായിരുന്നു. അവർക്ക് ശിക്ഷകൾ വന്നു, അവരെ ഭൂമിയിൽ താഴ്ത്തിക്കളഞ്ഞു, മണ്ണാക്കിക്കളഞ്ഞു. പലരെയും അല്ലാഹു തആല ഭൂമിയുടെ ഉള്ളിലേക്ക് താഴ്ത്തി. ഖാറൂനെ പോലെയുള്ള മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ പിതൃവ്യനായിരുന്നു ഖാറൂൻ എന്നാണ് പറയുന്നത്. ഖാറൂന് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ എളാപ്പയോ മൂത്താപ്പയോ ആയിരുന്നു എന്നോ അല്ലെങ്കിൽ എളാപ്പ മൂത്താപ്പൻ്റെ മക്കളായിരുന്നു എന്നോ അത്തരം ഖാറൂൻ എന്നൊക്കെയാണ് പറയുമ്പോഴേക്ക് നമ്മൾ തനി തെണ്ടി തിരിഞ്ഞു പോയ ആളൊന്നുമല്ല, വലിയ തറവാട്ടുകാരൻ തന്നെയാണ് ഖാറൂൻ. മൂസാ നബിയുടെ തൊട്ടടുത്ത ബന്ധുവാണ്, അമ്മാണ്, അമ്മ അല്ലെങ്കിൽ ഇബ്നു അമ്മ. ചരിത്രം അത്ര കൃത്യമായിട്ട് രേഖപ്പെടുത്തിയ ഒരു കാലഘട്ടമല്ല. അമ്മോ ഇബ്നു അമ്മോ, അതായത് പിതൃവ്യനോ പിതൃവ്യൻ്റെ പുത്രനോ ആണ് ഖാറൂൻ. മൂസാ നബിയിൽ വിശ്വസിച്ച ആളായിരുന്നു ഖാറൂന്. ഏറ്റവും കൂടുതൽ തൗറാത്ത് ഭംഗിയായി പാരായണം ചെയ്യുന്ന ആളായിരുന്നു ഖാറൂന്. അതുകൊണ്ട് അയാൾക്ക് മുനവ്വിർ എന്നുള്ള പേരുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. മുനവ്വിർ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള, മുനവ്വിർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പ്രകാശം നൽകുന്നവൻ. അതായത് തൗറാത്ത് അതിമനോഹരമായി ശബ്ദമധുരത്തോടുകൂടി ഓതിക്കൊടുത്തിട്ട് മനുഷ്യന്മാരുടെ മനസ്സിൽ പ്രകാശം പരത്തിയിരുന്നവനായിരുന്നു ഖാറൂൻ. നമ്മൾ ഖാറൂൻ എന്നൊക്കെ പറയുമ്പോൾ തോന്നിയാസിയായ ഒരു ഗുണ്ടയാണ്. ബനൂ ഇസ്രായേൽക്കാരെ ഗുണ്ടെന്നല്ല, നല്ല മനുഷ്യനായിരുന്നു. പിന്നീട് അദ്ദേഹം മാറിയതാണ്. എന്താ മാറാൻ കാരണം? വഅതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാത്തിഹഹു ലതനൂഉ ബിൽ ഉസ്ബത്തി ഉലിൽ ഖുവ്വ. അദ്ദേഹത്തിനുള്ള ഒരുപാട് സമ്പത്താണ് കൊടുത്തു. ആ സമ്പത്തിൻ്റെ വലിപ്പമല്ല പറയുന്നത്, ആ അദ്ദേഹത്തിൻ്റെ താക്കോൽ കൂട്ടങ്ങൾ ഒരു വലിയ സംഘത്തിന് വഹിച്ചാൽ ഭാരം തോന്നുന്ന അത്ര താക്കോൽ കൂട്ടങ്ങളുണ്ടായിരുന്നു എന്ന്. ഖാറൂൻ്റെ ഖജനാവുകൾക്കുള്ള താക്കോൽ കൂട്ടം. എന്നിട്ട് ആ താക്കോൽ കൂട്ടം നമ്മൾ വിചാരിച്ചു വന്ന് അങ്ങനെയാണെങ്കിൽ അത് വലിയ ഇരുമ്പിൻ്റെ താക്കോലായിരിക്കുന്നു. അതിനും ഖുർആൻ ഇബ്നു കസീർ റഹിമഹുള്ളാഹ് പറയുന്നുണ്ട്, ഒരു വിരൽ നീളമുള്ള മൃഗങ്ങളുടെ തോല് കൊണ്ട് മുറിച്ചുണ്ടാക്കിയ ഒരു തരം താക്കോലായിരുന്നു. ഒരു വിരൽ നീളമുള്ള താക്കോൽ കൂട്ടങ്ങളാണ് താക്കോല. അങ്ങനെയുള്ള താക്കോല് 60 ആളുകൾ വഹിച്ചാൽ അവർക്ക് ഭാരം തോന്നുന്ന വിധത്തിലുള്ള അത്ര ഭാരമുള്ള താക്കോൽ കൂട്ടത്തിൻ്റെ ഉടമയായിരുന്നു ഖാറൂൻ എന്ന് പറയുന്ന വ്യക്തി. തൗറാത്തൊക്കെ അത്രയൊക്കെ പഠിച്ച് അങ്ങനെയൊക്കെ ജനങ്ങൾക്ക് ഓതിക്കൊടുത്ത് ജനങ്ങളുടെ മനസ്സിൽ പ്രകാശം പരത്തുന്ന ബനൂ ഇസ്രായേൽക്കാരിലെ മുനവ്വിറു ബനൂ ഇസ്രായേലിലെ മുനവ്വിർ എന്ന് പറഞ്ഞിരുന്ന ആ ചങ്ങാതിയാണ് അള്ളാഹുവിന് നന്ദി ചെയ്യാത്തത് കൊണ്ട് നശിപ്പിക്കപ്പെട്ടത്. അതുതന്നെയാണ് ഇവിടെയും വിഷയം. അപ്പോൾ ഇവിടെ എന്താണ്? അവർ മുന്നിക്കും പിന്നിക്കും നോക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ വലുതുണ്ടായിട്ടുണ്ട്. ഖുറൈശികളുടെ മുമ്പായുള്ള ഈ ഖാറൂന് അല്ലാഹു തആല നശിപ്പിച്ചത്. നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ നഖ്സിഫ് ബിഹിം അൽ അർള, അവരെയും കൊണ്ട് ഭൂമിയെ നാം താഴ്ത്തുമായിരുന്നു. ഔ നുസ്ഖിത്ത് അലൈഹിം, അല്ലെങ്കിൽ അവരുടെ മേൽ നാം വീഴ്ത്തുമായിരുന്നു. സഖത്ത എന്ന് പറഞ്ഞാൽ വീണു, അസ്ഖത്ത വീഴ്ത്തി, നുസ്ഖിത്ത് നാം വീഴ്ത്തുമായിരുന്നു അലൈഹിം അവരുടെ മേൽ. കിസഫം മിനസ്സമായി, ആകാശത്ത് നിന്നുള്ള ഒരു കഷ്ണം എന്ന് പറഞ്ഞാൽ വലിയൊരു ശിക്ഷ. കിസഫ് എന്ന് പറഞ്ഞാൽ ഒരു കട്ടാണ്. അപ്പോൾ ആകാശത്ത് നിന്ന് ശിക്ഷയുടെ ഒരു വലിയ കൊടും കട്ട, ഒരു കൊടും ശിക്ഷയുടെ വലിയ ഭാരം അവരുടെ മേൽ നാം വീഴ്ത്തും. അങ്ങനെയൊക്കെയാണ് മുമ്പുള്ള സമുദായത്തിന് കഴിഞ്ഞു പോയത്. പലരെയും ഭൂമിയിൽ ആഴ്ത്തി, പലർക്കും തലക്ക് മുകളിൽ നിന്ന് വലിയ കൊടും ശിക്ഷ വന്നു. അങ്ങനെയൊക്കെ നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ ചെയ്യുമായിരുന്നു. ഇന്ന ഫീ ദാലിക ലആയതൻ, ഇതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ട്. ലികുല്ലി അബ്ദിൻ മുനീബ്, ഖേദിച്ച് മടങ്ങുന്ന എല്ലാ അടിമകൾക്കും. അവരിലാണ് നമ്മൾ പെടണമെന്ന് പറയുന്നത്. ഖേദിച്ച് മടങ്ങുന്ന അടിമകൾക്ക്
ഇതിലേക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് ഖുറൈശികളോട് പറയുന്നത് എന്താ? നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, അവർ ധിക്കരിച്ചു, അള്ളാഹുവിന് നന്ദികേട് കാണിച്ചു, നന്ദികേട് കാണിച്ചു, അതും നിങ്ങളെ മുമ്പിലുള്ളവരാണ്. അപ്പോൾ മുമ്പും പിന്നിലുള്ളവർക്കുമൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ ഗുണപാഠം ഉൾക്കൊള്ളാതെ നിങ്ങൾ ഇനിയും മുഹമ്മദ് നബി പരലോകത്തെപ്പറ്റി പറയുമ്പോൾ ഞങ്ങളൊക്കെ പിച്ചി ചീന്തപ്പെട്ട് നശിച്ചാൽ പുനർജനിക്കുമോ എന്നുള്ള സംശയവുമായിട്ട് നിന്നാൽ അവർക്കുള്ള ഗതി നിങ്ങൾക്കുമുണ്ടാകും. ഇന്ന ഫീ ദാലിക ലആയതൻ ലികുല്ലി അബ്ദിൻ മുനീബ്. അതുകൊണ്ട് നിങ്ങൾ ഖേദിച്ച് മടങ്ങണം. ഖേദിച്ച് മടങ്ങുന്ന എല്ലാ അടിമകൾക്കും ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. അപ്പോൾ പൊതുവെ ആഹ്റവും ധിക്കാരവും ഏത് കാലത്തും ഉണ്ടെങ്കിലും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം, ഖേദിച്ച് മടങ്ങണം എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ അല്ലാഹു തആല ഇതിൽ കൂടി നമ്മളെ പഠിപ്പിക്കുന്നു. അത് ഉൾക്കൊണ്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.